لله والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الصلاة الترهيب من ترك حضور الجماعة لغير عذر. ഒരു ഉദറില്ലാതെ ഒഴികഴിവില്ലാതെ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിൻ്റെ ഗൗരവം അറിയിക്കുന്ന ഹദീസുകളാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഫസ്ലിലെ അടുത്ത ഹദീസ് وعن أبي هريرة رضي الله عنه قال أتى النبي صلى الله عليه وسلم رجل أعمى. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അന്ധനായ ഒരു വ്യക്തി വന്നു, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലൈസ ലീ ഖാഇദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്. എനിക്ക് എന്നെ മസ്ജിദിലേക്ക് നയിക്കാൻ ഒരാളില്ല. എപ്പോഴും ജമാഅത്തിന് വേണ്ടി മസ്ജിദിലേക്ക് എൻ്റെ ഒപ്പം വരാൻ ഒരാളൊന്നും എനിക്കില്ല. فسأل رسول الله صلى الله عليه وسلم أن يرخص له فيصلي في بيته. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ഒരു ഇളവ് നൽകാൻ, വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി എന്നൊരു ഇളവ് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫറഖസ ലഹു ഫലമ്മാ വല്ല ദഅാഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇളവ് നൽകി. അങ്ങനെ ആ വ്യക്തി തിരിഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഫഖാല ഹൽ തസ്മഉ നിദാഅ ബിസ്സലാത്ത്. നിനക്ക് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നത്, വിളിക്കുന്നത് നിനക്ക് കേൾക്കാൻ സാധിക്കുമോ നിന്റെ വീട്ടിലായിരിക്കുമ്പോൾ? ഫഖാല നഅം. അപ്പോൾ വ്യക്തി പറഞ്ഞു, നഅം, പറ്റുമെന്ന് പറഞ്ഞു. ഖാല ഫഅജിബ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആ വിളിക്ക് ഉത്തരം ചെയ്യണം എന്ന് പറഞ്ഞു. മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ബാങ്കിന് ഉത്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖൗലുമുണ്ട്, അമലുമുണ്ട്, ഫിഅലുമുണ്ട്. വാക്കുകൊണ്ടുള്ളത് ബാങ്കിന് മറുപടി പറയുക എന്നുള്ളതാണ്. ഫിഅല് എന്ന് പറഞ്ഞാൽ ആ ബാങ്ക് കേട്ട് മസ്ജിദിൽ ജമാഅത്ത് നിസ്കരിക്കാൻ വരിക എന്നുള്ളതാണ്. ഇവിടെ ഇതിനു മുമ്പുള്ള ഹദീസിലും കണ്ണ് കാണാത്ത വ്യക്തി ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറഞ്ഞു. ഇവിടെ ഉലമാക്കൾ ഇത് വിശദീകരിക്കുമ്പോൾ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്, ആ കണ്ണ് കാണാത്ത സ്വഹാബിക്ക് ഇനിയൊരു ആളില്ലെങ്കിൽ കൂടി മസ്ജിദിലേക്ക് വരാൻ പറ്റും എന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അങ്ങേയറ്റം മശഖത്തുള്ള, വളരെയധികം വരാൻ ബുദ്ധിമുട്ടുള്ള പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിസ്കരിച്ചോളാൻ അനുവദിച്ച ചില ഹദീസുകളും ഉണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിൽ ഉദ്ർ, ശർഈയായ ഉദ്ർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്വഹാബിക്ക് വരാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചയായും കണ്ണിന് കാഴ്ചയില്ലായിട്ട് കൂടി വരണമെന്ന് പറയാനുള്ള കാരണം. وعن أبي الشعثاء المحاربي قال كنا قعودا في المسجد فأذن المؤذن. അബി ശഅസാ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഞങ്ങൾ മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു, അപ്പോൾ ബാങ്ക് കൊടുത്തു, മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു. فقام رجل من المسجد يمشي فأتبعه أبو هريرة بصره ഒരു ഹത്താ ഖറജ മിനൽ മസ്ജിദ്. ആ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് മസ്ജിദിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വ്യക്തി പോകുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി, അയാൾ എന്തെങ്കിലും ആവശ്യത്തിന് പോവാണോ അതല്ല എന്താണ്. അപ്പൊ അയാൾ മസ്ജിദിൽ നിന്ന് വിട്ടു പോകണ്ടപ്പോ ഫഖാല അബൂ ഹുറൈറ, അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് അസാ അബുൽ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വ്യക്തി അതാ അബുൽ ഖാസിമിനെ ധിക്കരിച്ചിരിക്കുന്നു, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിര് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മുമ്പ് ബാങ്കിന്റെ ഒക്കെ ബാബിൽ പറഞ്ഞു, നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മസ്ജിദിൽ നമ്മളുണ്ടെങ്കിൽ ആ മസ്ജിദിൽ നിന്ന് പുറത്തു പോകരുത്. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ഹാജത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഉദ്റോ കാരണമല്ലാതെ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഈ വ്യക്തി പോയപ്പോൾ അത് നിഫാഖിന്റെ അടയാളമായിട്ട്, അങ്ങനെ പോകുന്നത് നിഫാഖിന്റെ അടയാളമായിട്ട് പറഞ്ഞ ഹദീസുകളും വായിച്ചു. അതായത് ബാങ്ക് കൊടുത്തതിന് ശേഷം മസ്ജിദിൽ നമ്മൾ ആ സമയത്തുള്ളപ്പോൾ പിന്നെ അവിടുന്ന് പോകാൻ പാടില്ല, ജമാഅത്തിൽ പങ്കെടുക്കാതെ പോകാൻ പാടില്ല എന്നുള്ളത്. وعنه يعني ابن عباس رضي الله عنهما أيضا قال ابن عباس رضي الله عنه ذكرنا ابن عباس رضي الله عنه പറഞ്ഞു, من سمع حي على الفلاح فلم يجب فقد ترك سنة محمد
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും ഹയ്യ അലൽ ഫലാഹ് എന്ന് കേട്ടിട്ട്, ബാങ്കിൽ ഹയ്യ അലൽ ഫലാഹ് എന്ന് കേട്ടിട്ട് ഫലം യുജിബ്, അതിന് ഉത്തരം ചെയ്യുന്നില്ല, അഥവാ മസ്ജിദിലേക്ക് വന്ന് വിജയത്തിലേക്ക് വരൂ എന്നുള്ള വിളി കേട്ടിട്ട് മസ്ജിദിൽ വന്ന് ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല എങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ഒഴിവാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാതൃകയാണ്, അതാണ് ദീൻ എന്ന് പറയുന്നത്. അത് ഒഴിവാക്കിയാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. وعن أسامة بن زيد رضي الله عنه قال قال رسول الله صلى الله عليه وسلم لينتهين رجال عن ترك الجماعة أو ليحرقن بيوتهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ആളുകൾ പുരുഷന്മാർ ജമാഅത്ത് ഒഴിവാക്കുന്നത് നിർത്തുന്നില്ല എങ്കിൽ അതോ ഞാൻ അവരുടെ വീടുകൾ കത്തിച്ചു കളയേണ്ടി വരുമോ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുറെ ഹദീസുകൾ ആ അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. അഥവാ അത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ് ആളുകൾ ജമാഅത്ത് ഒഴിവാക്കുക എന്നുള്ളത്. അവരത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ അവരുടെ വീട് ഞാൻ കത്തിക്കേണ്ടി വരും എന്ന നിലക്ക് ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഗൗരവത്തെ ഓർമ്മിപ്പിക്കുകയാണ്. وعن أبي بردة عن أبيه رضي الله عنه قال قال رسول الله صلى الله عليه وسلم من سمع النداء فارغا صحيحا فلم يجب فلا صلاة له. من سمع النداء, ആരെങ്കിലും ബാങ്ക് കേൾക്കുകയാണ്, ഫാരിഗൻ, അവന് വേറൊരു ശുഗലുമില്ല, അവൻ ഒഴിവായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ശുഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അവൻ മാറിക്കഴിഞ്ഞാൽ വലിയ ദററുണ്ടാകും. അഥവാ അവനൊരു ജോലിയിലാണ്, ഒന്നെങ്കിൽ എന്തെങ്കിലും വലിയൊരു പാചകമോ അല്ലെങ്കിൽ വേറെ അവൻ എന്തായാലും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ജോലിയിലാണ്. ആ സമയത്ത് ബാങ്ക് കൊടുത്തു. അപ്പോൾ ഈ ഒരു ശുഗലിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒരു രോഗിയെ നോക്കുന്ന സന്ദർഭത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, ആ ശുഗലിൽ നിന്ന് അവൻ ഒഴിവായി കഴിഞ്ഞാൽ വലിയൊരു ദറർ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ, അഥവാ ഒരു ഭക്ഷണം പാചകം ചെയ്യാണ്, അവൻ ആ സമയം ശ്രദ്ധിക്കണം, പക്ഷെ ആ സമയത്ത് അങ്ങനെ ആയിപ്പോയി, അവൻ മാറി നിന്നാൽ ആ ഭക്ഷണം എന്തായാലും കേടുവന്നു പോകും, അത് നശിച്ചു പോകും. അല്ലെങ്കിൽ ഒരു രോഗിയുടെ അടുത്ത് നിൽക്കുകയാണ്, അവൻ എപ്പോഴും അവിടെ വേണം, അവൻ മാറിപ്പോയാൽ ആ സമയത്ത് രോഗിക്ക് ദോഷമുണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ശുഗലിലാണ് എങ്കിൽ അവന് ഉദ്റുണ്ട്. അതല്ലാതെ അവൻ ഒഴിവായി നിൽക്കുകയാണ്, അവന് വേറെ ഒന്നുമില്ല, വേറൊരു തടസ്സമൊന്നുമില്ല, അങ്ങനെ നിൽക്കുകയും സ്വഹീഹൻ, അവന് ആരോഗ്യമുണ്ട്, അവൻ രോഗിയോ മറ്റുള്ള പ്രശ്നമൊന്നുമില്ല, ആരോഗ്യമുണ്ട്, അങ്ങനെ ബാങ്ക് കേട്ടിട്ടും ഫലം യുജിബ്, അവൻ അതിന് ഉത്തരം ചെയ്ത് ജമാഅത്തിന് പങ്കെടുത്തിട്ടില്ല എങ്കിൽ ഫലാ സ്വലാത്ത ലഹു, അവന് നിസ്കാരമില്ല, അഥവാ അവൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും അതിന്റെ പരിപൂർണത ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പോൾ ശർഈയായ ഉദ്റുകൾ അത് കാരണമല്ലാതെ ജമാഅത്ത് ഒഴിവാക്കുന്നതിന്റെ ഗൗരവമാണ് ഈ ഹദീസുകളിൽ, ഈ ഫസ്ലിൽ ധാരാളം ഹദീസുകളിലൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജമാഅത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം, അതുപോലെ തന്നെ അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുകയും വേണം. ബറകല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.